الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് മതത്തിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നൊരു ചോദ്യം, നബിയെ, വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ആയത്ത് ഏതാണ്? മുഹമ്മദ് നബിക്കാണ് ഖുർആൻ ഇറങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനിയെ ഭയപ്പെടുത്തിയ ഖുർആനിലെ ആയത്ത്, അതാണ് ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം ഓതി കേൾപ്പിക്കുന്നുണ്ട്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക. ആകയാൽ നീ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തിയ, പേടിപ്പിച്ച ആയത്ത് അതാണ് ഖുർആനിലെ. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന കൽപ്പനയാണ്. എന്തുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചത്? ദീനിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാർ ദീനിൽ നിന്ന് തെറ്റിപ്പോകും. ഒരു 50 വർഷം മുമ്പുള്ള ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ച, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറേ ആളുകൾ, അന്നുണ്ടായിരുന്ന ഒരു ദീനിൻ്റെ പശ്ചാത്തലമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ നമ്മൾ പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്, പള്ളികളുമായി ബന്ധപ്പെടുന്നവരാണ്. വളർന്നു വരുന്ന തലമുറ ദീനിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കഴിഞ്ഞ 3-4 ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മതം പറയാത്ത, മതം പഠിപ്പിക്കാത്ത ആചാരങ്ങളുമായി, അനുഷ്ഠാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, അത്തരം ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലുമൊക്കെ പങ്കുചേരുന്ന മുസ്ലിം ഉമ്മത്തിലെ കുട്ടികളുടെ ഭീകരമായ, ഭയാനകരമായ കാഴ്ചകളാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഗൗരവമായ ആലോചന വേണ്ട ഒരു സമയമാണിത്. നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ, വളർന്നു വരുന്ന തലമുറയെ ദീനീ രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ നിരന്തരം പരിശ്രമിക്കേണ്ട, അധ്വാനിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ കുട്ടികൾ നാം പറഞ്ഞത് കേൾക്കുന്നില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വഴിയെ നമ്മൾ വിടുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാത്രമല്ല അതിൻ്റെ അപകടം. വരാൻ പോകുന്ന ഒരു സമൂഹത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ട, ഈ ദീന് കൈമാറേണ്ട ആളുകളാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ എന്നുള്ളത്. അവർ ഈ ദീന് പഠിക്കണം, അതിൻ്റെ സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് ശരിയായ ഒരു ദീനിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ തിരുത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ് എന്നാണ് ഈ ഖുത്ബയുടെ ആമുഖമായി ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ വാങ്ങിക്കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രത്യേകമായ വസ്ത്രം വാങ്ങി റോഡുകളിലും ക്യാമ്പസുകളിലും ക്ഷേത്രങ്ങളുടെ മുന്നിലുമൊക്കെ പോയി ആടിക്കളിക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ നഗ്നമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളായ രക്ഷിതാക്കൾ അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ്. അപ്പം നമ്മളവരെ അറിയാതെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇതേ രീതിയിൽ തന്നെ ആളുകളെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ ഒരു ആഘോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ മാനദണ്ഡമാണ് ചില ആളുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതേ രീതിയിൽ തന്നെ മറ്റൊരു മേഖല കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല. ഇന്ന് കഴിഞ്ഞ ഒരു 1-2 മാസത്തിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്കറിയാൻ സാധിക്കുന്ന കാര്യമാണ്, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള, മുസ്ലിം ഉമ്മത്തിനെ ആദർശപരമായി പിറകോട്ട് വലിക്കാനുള്ള ഒരു വലിയ ഗൂഢമായ ശ്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളതിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ അപകടമൊന്നും തോന്നൂല, പക്ഷെ വലിയ അപകടങ്ങളുണ്ട്. ആ അപകടം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ തെറി പറയുന്ന, സ്വഹാബികളെ ചീത്ത വിളിക്കുന്ന, സ്വഹാബികളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതൊന്നും രണ്ടൊന്നല്ല, ഒരു സ്ഥലത്തുനിന്നോ 2 സ്ഥലത്തുനിന്നോ അല്ല. ഒരുപക്ഷെ കുറച്ച് മുമ്പ് അത് ശക്തമായി തുടങ്ങി. കേരളത്തിൽ പതിവില്ലാത്തൊരു കാര്യം ഒരു പ്രത്യേകമായ ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു സമയത്ത് ആരംഭിക്കുകയും പിന്നീട് അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അതേ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സ്വഹാബികളെ കുറിച്ചാണ് ഈ ഖുത്ബയിൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, കേവലം ഒരു വിഷയം പറയുക എന്നതിനപ്പുറം ഈ വിഷയം എടുക്കുന്നതിൻ്റെ ആവശ്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ പെട്ടെന്ന് അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, അവർ വേശ്യയാണ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് എന്താ നമ്മുടെ അഭിപ്രായം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ വേശ്യയാണ്, വ്യഭിചാരിണിയാണ് എന്ന് വിശ്വസിക്കുന്ന, ആ ആരോപണം പറയുന്ന ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. 7 മുതൽ അല്ലെങ്കിൽ 3 മുതൽ 10 വരെയുള്ള സ്വഹാബികൾ മാത്രമാണ് നല്ല മനുഷ്യന്മാര്. ബാക്കിയുള്ള ആളുകളൊക്കെ വഴിപിഴച്ചവരാണ്, നരകാവകാശികളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചെല്ലണം, അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ സ്വഹാബികളെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് അത്ര പരിചയമില്ലാത്ത ആ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ ആരാണ് എന്നും അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണമെന്നും കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞത്, സ്വഹാബിയു മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ ثم مات على الاسلام. ആരാ സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സ്വഹാബി എന്ന പദം മാത്രമല്ല, മറിച്ച് മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വലിയ ഭാഗ്യമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കൊണ്ട് കാണാനും ثم مات على الاسلام, അതേ ഇസ്ലാമിൽ തന്നെ മരിക്കാനും അവസരം ലഭിച്ചവരാണ് സ്വഹാബികൾ. ഒരാൾ മുസ്ലിമായി, ആ മുസ്ലിമായ അവസ്ഥയിൽ നബിയെ കണ്ടിട്ടുണ്ട്. ഒരാൾ കാഫിറായിരുന്നു, അയാൾ എന്ത് ചെയ്തു? മുഹമ്മദ് നബിയുടെ ദഅവത്ത് കേട്ടാൽ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി. അഥവാ നബിയുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കൊണ്ട് ഒരാൾ കണ്ടു, ഇസ്ലാം സ്വീകരിച്ച ഒരവസ്ഥയിൽ ഒരാൾ കണ്ടു. അയാൾ മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്താൽ അയാൾ ആരാണ്?
അയാൾ സ്വഹാബിയാണ്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ? ചില ആൾക്കാർ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച, നബിയോട് ഷഹാദത്ത് ചൊല്ലിയ പല ആൾക്കാരും അവർ മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇസ്ലാം എന്ന് പഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബി എന്ന് പറഞ്ഞാൽ മുസ്ലിമായി നബിയെ കണ്ടുമുട്ടുകയും ആ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്ത ആളുകളാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയും കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നേരിട്ട് കാണലല്ല. അതിനെ അവർ ഉദാഹരണമായിക്കൊണ്ട് പറയാറ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തും. അദ്ദേഹം സ്വഹാബിയാണ്, അദ്ദേഹത്തിന് കാഴ്ചയില്ല. മറിച്ച് നബിയുടെ കൂടെ മുസ്ലിം ആയിക്കൊണ്ട് സഹവസിച്ചു. നബിയുമായി മുസ്ലിമായ അവസ്ഥയിൽ ഒരു തവണയെങ്കിലും കാണാൻ, നബിയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെയുള്ള ഒരാൾ, അയാൾ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മരണപ്പെട്ടാൽ അയാൾ സ്വഹാബിയാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത, നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച കുറെ ആൾക്കാരുണ്ട്. അവർ നബിയെ കണ്ടിട്ടില്ല, അവർ മുസ്ലിമാണ്, പക്ഷെ നബി അവർ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ആരാകില്ല? അവർ സ്വഹാബിയാവുകയില്ല, അവർ താബിയുകൾ എന്നാണ് അറിയപ്പെടുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന പ്രമുഖനായ താബിഈ പണ്ഡിതൻ. അദ്ദേഹം താബിയാണ്. അദ്ദേഹം നബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിമായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവോട് സംസാരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനോട് നബി പറയുന്നുണ്ട്, ഉമറെ, ഒരാൾ മദീനയിൽ വരും, ഉവൈസുൽ ഖർനി വരും, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ നബി പറഞ്ഞ ഒരാൾ, അയാൾ സ്വഹാബിയല്ല. എന്തുകൊണ്ടാ? അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വഹാബി എന്ന് പറഞ്ഞാൽ നബിയെ കാണാൻ അവസരം ലഭിച്ചു, മുസ്ലിമായ ഒരാൾ നബിയെ കണ്ടു, അങ്ങനെ തന്നെ മരിച്ചു. അങ്ങനെയാണ് എങ്കിൽ അവർ സ്വഹാബികളാണ്. ആ സ്വഹാബികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവരാരാ? അവർ സ്വഹാബികളാണ്. അവരെയാണ് വേശ്യ എന്ന് വിശദീകരിക്കുന്നത്, അവരെയാണ് നരകത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുക? നമ്മളെങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവരെ പ്രശംസിച്ചത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്താണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന ആയത്തിൽ വളരെ കൃത്യമായി, സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്താണ്. ഇത് ആർക്കുള്ള പ്രശംസയാണ്? സ്വഹാബികളെ പ്രശംസിക്കുകയാണ്. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട മുൻഗാമികളായ ആദ്യത്തെ ആളുകളും നന്മയിൽ അവരെ പിന്തുടർന്നവരുമാരോ അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നതാണ്. അള്ളാഹ് തൃപ്തിപ്പെട്ട ആൾക്കാരാ സ്വഹാബികൾ, അവരെ നിസാരക്കാരല്ല. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ച ആളുകൾ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അഷ്ജറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ് ഖുർആനിലെ സൂറത്ത് ഫതഹിലെ 18-ാമത്തെ ആയത്തിൽ, ആ മരച്ചുവട്ടിൽ അങ്ങയോട് ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു ആ വിശ്വാസികളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബൈഅത്തു റിദ്വാൻ എന്നറിയപ്പെടുന്ന ബൈഅത്തിൽ പങ്കെടുത്ത മരണം വരെ നബിയെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ബൈഅത്ത് ചെയ്ത സ്വഹാബികളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് സ്വഹാബികൾ. ഇത് നിസാരമായ കാര്യമല്ല. ആ സ്വഹാബികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. നബി പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. വളരെ പ്രസിദ്ധമായ ഹദീസാണത്. ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതാരാ? നബിയുടെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നബിയുടെ കൂടെ ജീവിച്ച ആളുകൾ, സ്വഹാബികൾ. ആ സ്വഹാബികൾ ജീവിച്ച നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഏറ്റവും ഉത്തമരായ ആളുകൾ അവരാരായിരുന്നു? അവർ സ്വഹാബികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, അന്നുജൂമു അമനതും ലിസ്സമാ. നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഉ മാ തുഅദ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ പിന്നെ ആകാശത്തിന് വരാനുള്ളത് വരും. അതിനർത്ഥം എന്താ? ലോകം തകരും, നശിക്കും. അതാണ് നക്ഷത്രങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ. അതേപോലെ നബി പറയാണ്, ഞാൻ എൻ്റെ സ്വഹാബികൾക്കുള്ള നിർഭയത്വമാണ്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. ഈ ഉമ്മത്തിന് സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച്. ഈ ഉമ്മത്തിന്റെ സംരക്ഷകരാണ് ആര്? സ്വഹാബികൾ എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര മഹത്വമുള്ള, പ്രാധാന്യമുള്ള സ്വഹാബികളെ കുറിച്ച് ഒരു അരുതാത്ത വാക്കുപോലും ഒരു വിശ്വാസി പറയാൻ പാടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ, റീലുകളുടെ പിറകെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ലൈക്കടിക്കുന്ന പ്രഭാഷണങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി പരിശോധിക്കണം.
ഈ സ്വഹാബികളെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രസംഗങ്ങളുടെ ചോട്ടിൽ പോയി നമ്മൾ ലൈക്ക് അടിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരേക്കാരം അവർ പറയുന്ന എന്താ, അലി റളിയല്ലാഹു അൻഹു അധികാര മോഹിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കബറടക്കുന്ന സന്ദർഭത്തിൽ നടന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിൽ അലി ബിൻ അബി താലിബ് പങ്കെടുക്കാതിരുന്നത് അദ്ദേഹം അധികാരം മോഹിച്ചാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നഊദു ബില്ലാഹ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ മഹാനായ അലി റളിയല്ലാഹു അൻഹു സ്വർഗ്ഗാവകാശിയാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. സ്വർഗ്ഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആളാണ്. എന്നിട്ട് ആ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ അങ്ങനെയുള്ള സ്വഹാബികളെ തെരഞ്ഞുപിടിച്ച് ആ സ്വഹാബികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, മതത്തുനിന്ന് ആൾക്കാരെ അകലുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ പോയി ചാടുന്നത് പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ്. സ്വഹാബികളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, സ്വഹാബികൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് അകലും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതറിയാം. അതുകൊണ്ട് സ്വഹാബികൾ എന്ത് ചെയ്യണം? അവരത്ര നല്ല ആൾക്കാരെന്നല്ല, അവരത്ര ഉഷാറായ ആൾക്കാരെന്നല്ല എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം എന്ത് ചെയ്യൂല? നമ്മൾ അവരെ കുറിച്ച് പഠിക്കൂല, അവരുദ്ധരിച്ച പ്രമാണങ്ങൾ നമ്മൾ വായിക്കൂല. ഇസ്ലാമിന്റെ ആദ്യത്തെ സ്രോതസ്സായ ഖുർആനും രണ്ടാമത്തെ പ്രമാണമായ ഹദീത്തുകളും വരും തലമുറക്ക് കൈമാറിയവർ അവർ സ്വഹാബികളാണ്. സ്വഹാബികളാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചെന്ന ആൾക്കാർ, അല്ലേ? ആ സ്വഹാബികളെ കുറിച്ച് നമ്മൾ മോശം വിചാരിച്ചാലോ? അപ്പൊ അവരെത്തിച്ചു തന്ന ദീനിൽ പിന്നെ എന്ത് താല്പര്യം നമുക്കുണ്ടാകുക? അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിശ്വസ്തതയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതാണ് ശത്രുക്കളുടെ ലക്ഷ്യം. നമ്മുടെ മനസ്സിൽ സ്വഹാബികളോടുള്ള ഇഷ്ടം കുറക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദീനിൽ നിന്ന് അകലണം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത്, സ്വഹാബികളെ കുറിച്ച് നമ്മൾ എന്തിനു പഠിക്കണമെന്ന് ചോദിച്ചാൽ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കണം. നമ്മൾ എന്തിനാ ഈ ഖുത്ബ പറയുന്നത്? തെറ്റിദ്ധാരണകൾ തിരുത്താനാണ്. ആളുകൾ സ്വഹാബികളെ കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനെതിരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു കുഴപ്പക്കാരൻ എന്നാണ് എന്ത് ചെയ്യുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗാവകാശിയാണ്. അത് ആളുകൾ മറച്ചു വെക്കും. അള്ളാന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സ്വർഗ്ഗാവകാശിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എങ്ങനെ ആക്ഷേപം പറയാം? ഒരു പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഇടയിലെ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അതിനെന്താ പ്രശ്നം? മനുഷ്യന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മനുഷ്യന്മാരാണല്ലോ. മാസൂം ആരാ? പാപസുരക്ഷിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സ്വഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും എന്ത് ചെയ്തിട്ടില്ല? ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർ നമ്മൾ സ്വഹാബികൾ എന്ന് പറയുന്നത്. സ്വഹാബികളുടെ ഡെഫിനിഷൻ, സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ? ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാര്, ആ ദറജയിൽപ്പെട്ട ആൾക്കാര് അവരല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അവർക്ക് സ്വർഗമുണ്ട്. എത്രയോ ഹദീത്തുകളിൽ വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. അത് തിരുത്തണമെങ്കിൽ സ്വഹാബികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാകണം. സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ അവര് അബൂബക്കർ റളിയല്ലാഹുവിന്റെ, ഉമർ റളിയല്ലാഹുവിന്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സീറ, അവരുടെയൊക്കെ ചരിത്രം കുട്ടികളെ സുന്നത്ത് പഠിപ്പിക്കുന്നത് പോലെ, ഖുർആനൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജനനം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ശരീരപ്രകൃതി, അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവങ്ങൾ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും, തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മളാരെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? എന്തിനാണിത്? ആ സ്വഹാബികളെ പഠിച്ചാൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. സ്വഹാബികളെ മനസ്സിലാക്കിയാൽ മാതൃകാപരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു ഖൈറ ഹാദിഹി ഉമ്മ അബറഹ ഖുലൂബൻ വഅമഖഹ ഇൽമൻ വഅഖല്ലഹ തഖല്ലുഫൻ ഖൗമൻ യഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരമായ ഒരു വാചകമാണിത്. സ്വഹാബികളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വാചകമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങളൊരു മാർഗം സ്വീകരിക്കുകയും ഒരു ചര്യ പിൻപറ്റുകയുമാണെങ്കിൽ മരണപ്പെട്ടു പോയവരെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളൊരു മാതൃക സ്വീകരിക്കാൻ, ഒരു ചര്യ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മരണപ്പെട്ടു പോയവരെയാണ് നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കണം. അതാരാ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരെയാണ് നിങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. കാരണം എന്താ? അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ ആൾക്കാർ. അവരുടെ പ്രത്യേകത എന്ന് അവർ അനുഗ്രഹീതമായ ഹൃദയത്തിന്റെ ഉടമകളാണ്.
അവര് വൈജ്ഞാനികമായി ഏറെ മുന്നിട്ട് നിന്ന ആളുകളാണ്. കൃത്രിമത്വമില്ലാത്ത, ജാടകളില്ലാത്ത ആൾക്കാരാണ്. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി തെരഞ്ഞെടുത്തവരാണ് സ്വഹാബികൾ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പടച്ചോൻ നബിയുടെ അനുചരന്മാരായി വരണമെന്ന് നിശ്ചയിച്ച, അതിനുവേണ്ടി തെരഞ്ഞെടുത്തവരാണ് ആര്? സ്വഹാബികൾ. അതാണ് ആര് പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു പറയുന്നത്. അതുകൊണ്ടാണ് അവർ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത്. അല്ലെ, നമ്മളാണ് പിന്നെ നബിയുടെ കൂടെ എന്നുണ്ടെങ്കിൽ എന്തേക്കാരം നമ്മളൊക്കെ അവസ്ഥ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നോക്കൂ, നിങ്ങൾ സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ സ്വഹാബികളുടെ ത്യാഗവും സേവനവും ഇസ്ലാം ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്താനുള്ള കാരണം എന്താ? സ്വഹാബികളുടെ ത്യാഗമാണ്, അവരുടെ സേവനമാണ്. നബി എന്താ പറയുന്നത്? അത് കേട്ട ആൾക്കാരാണ്. സ്വന്തം നാടും വീടും കുടുംബം ഒക്കെ ഒഴിവാക്കി അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനെത്തിക്കാൻ വേണ്ടി യാത്ര പോയി. അവർ ദീനെത്തിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്താ? നബി ഏൽപ്പിച്ച ദൗത്യമാണ്. അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ അവർ പങ്കെടുത്തു. സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ അവർ തയ്യാറായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനും ഹദീസും ജീവിത രീതി കൃത്യമായി പഠിക്കുകയും അത് വരും തലമുറക്ക് കൈമാറുകയും ചെയ്തു. ഇതൊക്കെ സ്വഹാബികളുടെ സേവനമാണ്. ആ സ്വഹാബികൾ ഇസ്ലാമിന് ചെയ്ത നന്മകൾ ഏറെണ്ട്. ഇപ്പം വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം ആരുടെ? നബിയുടെ കാലഘട്ടത്തിൽ ഖുർആനെ ഒരു ചട്ടന്റെ ഉള്ളിൽ ക്രോഡീകരിച്ചുകൊണ്ടോ? ഇല്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് വിശാലമായ വിഷയം. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കല്ല. നമ്മുടെ ഈ ഉമ്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു തൗഫീഖാണെന്ത്? ഖുർആന്റെ ക്രോഡീകരണം നടന്നു എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അതേപോലെ തന്നെ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഭരണം കാഴ്ചവെച്ചത് ആരാ? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തെക്കുറിച്ച് പറയും, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണത്തെക്കുറിച്ച് പറയും. അവരൊക്കെ ലോകത്തിന് മാതൃകയായ ഭരണം കാഴ്ചവെച്ച ആളുകളാണ്. അത്ര നല്ല ആളുകളായിരുന്നു സ്വഹാബികൾ. അതേപോലെ തന്നെ അവർ സാമ്പത്തികമായി ചെയ്ത സേവനങ്ങൾ, അവരുടെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ വിനിയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളെ കുറിച്ച് മോശമായത് വിചാരിക്കാൻ പാടില്ല. അവരെ ചീത്ത പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നവരും അവരെ പഠിക്കുന്നവരും അവരെ മാതൃകയാക്കേണ്ടവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സ്വഹാബികളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. നിങ്ങളെൻ്റെ സ്വഹാബികളെ ചീത്ത പറയാൻ പാടില്ല. നബിയുടെ അധ്യാപനമാണ്, പ്രവാചകന്റെ കൽപ്പനയാണ്. കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിത്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദു അഹദിഹിം വലാ നസീഫഹു. പ്രവാചകൻ അതിന് ഒരു ഉപമയായിക്കൊണ്ട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത്, എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മുദ്ദ് ഒരു കൈകൊണ്ട് വാരാൻ പറ്റുന്ന അത്രയാണ് ദാനം ചെയ്തത് എങ്കിൽ നിങ്ങൾ കൊടുത്ത ഉഹുദ് മലയുടെ അത്രയും സ്വർണത്തേക്കാൾ പവിത്രമായത് മഹത്വരമായത് സ്വഹാബികൾ ചെയ്ത ആ ഒരു മുദ്ദിനാണെന്നാണ്. അത് അവരുടെ പ്രത്യേകതയാണ്. കാരണം അത്ര ഇഖ്ലാസോടുകൂടെ അത്രമാത്രം ആത്മാർത്ഥമായി കാണുന്ന അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതും ദീനിനു വേണ്ടി അവർ ജീവിച്ചതും. അതുകൊണ്ട് എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇമാം അബൂ സുറ അർ-റാസി അദ്ദേഹം പറയുന്നുണ്ട്, സ്വഹാബികളിൽ ചിലരെയോ മുഴുവനായോ ആക്ഷേപിക്കുന്നത് ദീനിൽ നിന്നുള്ള വഴികേടാണെന്നാണ്. ചില സ്വഹാബികളെ മാത്രം ആക്ഷേപിക്കുക അതുണ്ടെന്ന്. ഷിയാക്കളായ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ 3 മുതൽ 7 വരെ അല്ലെങ്കിൽ 10 വരെയുള്ള സ്വഹാബികളെ മാത്രമേ അംഗീകരിക്കുള്ളൂ. ബാക്കിയുള്ള സ്വഹാബികൾ ആരും അവർ അംഗീകരിക്കൂല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു നരകാവകാശിയാണെന്ന് അവരുടെ വാദം. അബൂബക്കർ റളിയല്ലാഹു നരകാവകാശിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു നരകാവകാശിയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഖിലാഫത്ത് തട്ടിയെടുത്ത ആൾക്കാരാണെന്നാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത്. ഈ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് നേതൃത്വം ഖലീഫ പദം തട്ടിയെടുത്തവരാണെന്ന് വിശ്വസിക്കുന്നവരാ ഷിയാക്കൾ. ഷിയാക്കളിൽ തന്നെ വേറെ ചില ആൾക്കാരുടെ വാദം എന്താ അറിയോ? അലി റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേപോലെ ഒരു രൂപസാദൃശ്യമുള്ള ആൾക്കാരാണെന്നാണ്.
ഒരേ രൂപസാദൃശ്യം. മിസ്ലൽ ഖുറാബ് എന്നൊക്കെ അവരുടെ പുസ്തകങ്ങൾ പറയുന്നത് കാക്കകളെ പോലെ സാദൃശ്യമുണ്ടതാണ്. ഇപ്പൊ രണ്ട് കാക്കകൾ അവരെ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല, അതേപോലെ സാദൃശ്യമുണ്ട്. പക്ഷെ അത് ചരിത്രപരമായി ശരിയൊന്നല്ല. അവരുടെ വാദം അതാണ്. അവർ പറഞ്ഞ അപകടം എന്താ വെച്ചാൽ, ജിബ്രീൽ വഹി നൽകാൻ വേണ്ടി വന്നു. ജിബ്രീൽ വഹി നൽകാൻ വേണ്ടി വന്ന ആർക്കാണ്? അലി റളിയല്ലാഹു അൻഹുവിന് വഹി നൽകാനാണ് വന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന് ആള് മാറിയതാണെന്ന് നഅൂദുബില്ലാ. ജിബ്രീലിന് അലി റളിയല്ലാഹു കിട്ടേണ്ട വഹി അത് മാറി മുഹമ്മദ് നബിക്ക് കൊടുത്തു. അങ്ങനെയാണ് നബി പ്രവാചകനായത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ, ഈ ലോകത്ത്. അങ്ങനെ ഒരു ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അതിന്റെ പിൻതലമുറ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ കൃത്യമായി ദീന് പഠിച്ചിട്ടില്ല എങ്കിൽ, ദീന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പല ആളുകളും മൗലവി എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് പല ആൾക്കാരും ഇന്ന് നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ദീനിന്റെ വലിയ ആൾക്കാരായിട്ട് നടക്കുകയാണ്. അവർ പറയുന്നത് എന്താ? ഇത്തരത്തിലുള്ള വാദങ്ങളാണ്. ഇത്തരത്തിലുള്ള വാദങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീത്തുകളുണ്ട്, ഇമാം മുസ്ലിമിന്റെ ഹദീത്തിൽ കള്ള ഹദീത്തുകളുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മളെ ദീനിൽ നിന്ന് അകറ്റാനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എന്ത്? സ്വഹാബികളെ കുറിച്ച് മോശമായി പറയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സ്വഹാബികൾ ആരാണ്, അവരെ എങ്ങനെ കാണണം, അവരെ എങ്ങനെ സ്നേഹിക്കണം, അവരുടെ മഹത്വം എന്താ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അവരുടെ സീറ നമ്മൾ വായിക്കണം. ഓരോ സ്വഹാബികളുടെയും ചരിത്രം നമ്മൾ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കേണ്ട വ്യക്തിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനായ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായി മാറുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ മനോഹാരിത, എത്ര ഭംഗിയുള്ള യാത്രയാണത്. ചരിത്രത്തിലെ നമ്മൾ വായിച്ചു പോകേണ്ട, കേട്ടുപോകേണ്ട സുന്ദരമായ ചരിത്രമാണ് സൽമാൻ ഫാരിസിയുടെ ചരിത്രം. അങ്ങനെ എത്രയെത്ര സഹാബികൾ അല്ലെ, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച, ചെലവഴിച്ച എത്രയോ സഹാബികൾ, സ്വന്തം ശരീരം കാഴ്ചവെച്ചവർ അല്ലെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, ദീനിനു വേണ്ടി യാത്ര ചെയ്ത ആളുകൾ. അത്ഭുതകരമാണ് സ്വഹാബികളുടെ ചരിത്രം. അതുകൊണ്ട് നമ്മൾ ആ സ്വഹാബികളെ കുറിച്ച് പഠിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ മനസ്സിലാക്കുകയും വേണം. ഇല്ല എങ്കിൽ നമ്മൾ ദീനിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അകന്നു പോകും. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന, അവരെ പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന എല്ലാ വഴികേടുകളിൽ നിന്നും അത്തരം ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا أن الحمد لله رب العالمين.